പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹേബിയസ് കോർപ്പസ്. അന്യായമായ തടങ്കലിൽ നിന്നോ തടവിൽ നിന്നോ സ്വതന്ത്രനാക്കുന്ന ഒരു വ്യക്തിയുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന ഒരു നിയമതത്വമാണ് ഹേബിയസ് കോർപ്പസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ പല രാജ്യങ്ങളിലും ഇത് ഒരു മൗലികാവകാശമാണ്. ഹേബിയസ് കോർപ്പസ് എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരമുണ്ടായിരിക്കും എന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്ത ഒരു വ്യക്തിക്ക് അവരുടെ തടങ്കലിലെ നിയമസാധുതയെ ചോദ്യം ചെയ്യാനും അത് അന്യായമാണെന്ന് കണ്ടെത്തിയാൽ മോചിപ്പിക്കാൻ ആവശ്യപ്പെടാനും കഴിയുന്ന നിയമപരമായ നടപടിക്രമത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഹേബിയസ് കോർപ്പസ് റിട്ട് എന്നത് മറ്റൊരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഒരു കോടതിയുടെയോ ജഡ്ജിയുടെയോ മുമ്പാകെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കോടതി ഉത്തരവാണ്. തടങ്കൽ നിയമാനുസൃതമാണോ എന്ന് കോടതി തീരുമാനിക്കും. ഇല്ലെങ്കിൽ തടവുകാരനെ മോചിപ്പിക്കാൻ ഉത്തരവിടും. ഹേബിയസ് കോർപ്പസ് റിട്ട് വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ഭരണകൂടം ഏകപക്ഷീയമായി തടങ്കലിൽ വയ്ക്കുന്നത് തടയുന്നതിലും ഒരു പ്രധാന ഉപകരണമാണ്. ഗ്വാണ്ടനാമോ ബേയിലെ തടവുകാരെ തടങ്കലിൽ വയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കുടിയേറ്റക്കാരെ തടങ്കലിൽ വയ്ക്കുന്നതിനെ വെല്ലുവിളിക്കുന്നത് വരെ ഇത് വൈവിധ്യമാർന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് നിയമവാഴ്ചയുടെയും ശരിയായ പ്രക്രിയയുടെയും ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല സർക്കാർ അധികാര ദുർവിനിയോഗങ്ങൾക്കെതിരായ ഒരു പ്രധാന സംരക്ഷണമാണിത്. ഇനി വരുന്നത് സെർഷ്യോററി. ഒരു കീഴ്ക്കോടതിക്കോ സർക്കാർ ഏജൻസിക്കോ മേൽക്കോടതി നൽകുന്ന ഒരുതരം റിട്ട് അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ സൂചിപ്പിക്കുന്ന ഒരു നിയമപരമായ പദമാണ് സെർഷ്യോററി. അപ്പീൽ അവലോകനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെർഷ്യോറിയുടെ റിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നു. അവിടെ ഒരു കീഴ്ക്കോടതി എടുത്ത തീരുമാനം അവലോകനം ചെയ്യാൻ ഒരു ഉന്നത കോടതിയോട് ആവശ്യപ്പെടുന്നു. ഒരു കക്ഷി കീഴ്ക്കോടതി വിധി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മേൽക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാം. മേൽക്കോടതി ഹർജി അനുവദിച്ചാൽ കേസിൻ്റെ രേഖകൾ പുനഃപരിശോധിക്കാനായി കൈമാറാൻ കീഴ്ക്കോടതിയോട് നിർദ്ദേശിച്ച് റിട്ട് പുറപ്പെടുവിക്കും. തുടർന്ന് മേൽക്കോടതി കേസ് അവലോകനം ചെയ്ത് അവതരിപ്പിച്ച നിയമപ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കും. സുപ്രീം കോടതിയിലെ അപ്പീലുകളുടെ പശ്ചാത്തലത്തിലാണ് സെർഷ്യോററി റിട്ട് പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ കേസുകളിൽ വാദം കേൾക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് വിവേചനാധികാരമുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങളോ കീഴ്ക്കോടതികൾ തമ്മിലുള്ള സംഘർഷങ്ങളോ ഉൾപ്പെടുന്ന കേസുകളിലും മാത്രമേ സാധാരണയായി റിട്ട് ഓഫ് സെർഷ്യോററി അനുവദിക്കുകയുള്ളൂ. മൊത്തത്തിൽ കീഴ്ക്കോടതിക്കോ സർക്കാർ ഏജൻസിക്കോ വരുത്തിയ തെറ്റുകൾ അവലോകനം ചെയ്യാനും തിരുത്താനും ഉന്നത കോടതികളെ അനുവദിക്കുന്ന അപ്പീൽ അവലോകനത്തിനുള്ള ഒരു പ്രധാന ഉപകരണമാണ് സെർഷ്യോററി റിട്ട്. ഇനി വരുന്നത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നുള്ളതാണ്. 1628 ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമൻ രാജാവ് ഒപ്പിട്ട ഒരു രേഖയാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് രാജാവിന് സമർപ്പിച്ച നിവേദനത്തിൽ രാജാവിൻ്റെ അധികാര ദുർവിനിയോഗങ്ങൾക്കെതിരായ ജനങ്ങളുടെ ആവലാതികൾ വിശദീകരിക്കുന്നുണ്ട്. രാജാവിനെ അധികാരം പരിമിതപ്പെടുത്താനും ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കാനും അവകാശ ഹർജിയിൽ പറയുന്നുണ്ട്. ഇത് ആശങ്കയുടെ 4 മേഖലകളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തു. ഹേബിയസ് കോർപ്പസിനുള്ള അവകാശം, ഇത് ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശവും ഏകപക്ഷീയമായ തടവിൽ പരിരക്ഷയും നൽകുന്നതാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് അനുമതിയില്ലാതെ നികുതി നിരോധനം, സൈനികരെ സ്വകാര്യ ഭവനങ്ങളിൽ പാർപ്പിക്കുന്നതിനുള്ള നിരോധനം, സമാധാനകാലത്ത് പട്ടാള നിയമം നിരോധിച്ചു എന്നുള്ളത്. ഇംഗ്ലീഷ് നിയമത്തിൻ്റെയും ഭരണത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്. രാജാവ് നിയമത്തിന് അധീനനല്ലെന്നും ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുമുള്ള തത്വം സ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യപരവും ഭരണഘടനാപരവുമായ ഗവൺമെൻറ്റിൻ്റെ വികസനത്തെയും പെറ്റീഷൻ ഓഫ് റൈറ്റ് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നിവേദനത്തിൽ അടങ്ങിയിരിക്കുന്ന പല തത്വങ്ങളും US ഭരണഘടനയിലും ബിൽ ഓഫ് റൈറ്റ്സിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ അധികാരം പരിമിതപ്പെടുത്താനും വ്യക്തികളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇനി ചാൾസ് ഒന്നാമനെക്കുറിച്ചാണ്. ചാൾസ് ഒന്നാമൻ 1625 മുതൽ 1649 1625 മുതൽ 1649 വധിക്കപ്പെടുന്നതുവരെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിലെ രാജാവായിരുന്നു. ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ രണ്ടാമത്തെ പുത്രനായ അദ്ദേഹം 1600 സ്കോട്ട്ലൻഡിലെ ഫൈഫിൽ ജനിച്ചു.
ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലത്ത് രാജവാഴ്ചയും പാർലമെൻറ്റും തമ്മിലുള്ള സംഘർഷം, പ്രത്യേകിച്ച് നികുതി, മത പരിഷ്കരണം എന്നീ വിഷയങ്ങളിൽ രാജാക്കന്മാരുടെ ദൈവിക അവകാശത്തിൽ അദ്ദേഹം വിശ്വസിക്കുകയും പാർലമെൻറ്റ് ഇടപെടലില്ലാതെ തനിക്ക് അനുയോജ്യമായ രീതിയിൽ ഭരിക്കാനുള്ള അധികാരമുള്ള ഒരു സമ്പൂർണ്ണ രാജാവായി സ്വയം കാണുകയും ചെയ്തു. എന്നിരുന്നാലും രാജാവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തണമെന്നും ജനങ്ങൾക്ക് ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്നും അത് സംരക്ഷിക്കാൻ രാജാവ് ബാധ്യസ്ഥരാണെന്നും പാർലമെൻറ്റ് വിശ്വസിച്ചു. 1642 ആരംഭിച്ച് 1651 വരെ നീണ്ടുനിന്ന ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്താണ് ഈ സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തിയത്. രാജാവിനെ പിന്തുണച്ച രാജകീയവാദികളും പാർലമെന്റിനെ പിന്തുണച്ച പാർലമെന്റ് അംഗങ്ങളും തമ്മിലാണ് ആഭ്യന്തര യുദ്ധം നടന്നത്. 1649 ചാൾസ് ഒന്നാമൻ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. ചാൾസ് ഒന്നാമന്റെ ഭരണവും വധശിക്ഷയും ഇംഗ്ലീഷ് യൂറോപ്യൻ ചരിത്രത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. രാജവാഴ്ചയും പാർലമെന്റും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു വഴിത്തിരിവായി ഇത് അടയാളപ്പെടുത്തുകയും സർക്കാരിന്റെ അധികാരം പരിമിതപ്പെടുത്തണമെന്നും ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആശയം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇനി റൈറ്റ് ഓഫ് മാൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് മറുപടിയായി 1791 തോമസ് പെയിൻ എഴുതിയ ഒരു രാഷ്ട്രീയ ലഘുലേഖയാണ് ദി റൈറ്റ്സ് ഓഫ് മാൻ. പ്രകൃതി അവകാശങ്ങൾ, റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, ജനകീയ പരമാധികാരം എന്നിവയുടെ തത്വങ്ങൾക്കായി ലഘുലേഖ വാദിക്കുന്നു. പാരമ്പര്യ രാജവാഴ്ച എന്ന ആശയത്തെ ആക്രമിക്കുകയും എല്ലാ ആളുകളും ജീവിതം, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവ ഉൾപ്പെടെയുള്ള സ്വാഭാവിക അവകാശങ്ങളുമായി ജനിക്കുന്നുവെന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലഘുലേഖ ആരംഭിക്കുന്നത്. ഭരിക്കുന്നവരുടെ സമ്മതത്തിൽ നിന്നാണ് സർക്കാരുകൾക്ക് അധികാരം ലഭിക്കുന്നതെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. പതിവ് തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന റിപ്പബ്ലിക്കൻ സർക്കാരാണ് ഏറ്റവും മികച്ച സർക്കാർ രൂപമെന്നും അദ്ദേഹം വാദിക്കുന്നു. സർക്കാരിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടെന്നും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്നും ഉറപ്പാക്കാനുള്ള മാർഗമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. മൊത്തത്തിൽ ബ്രിട്ടനിലും ലോകമെമ്പാടും രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റത്തിനുള്ള ശക്തമായ ആഹ്വാനമായിരുന്നു മനുഷ്യൻ്റെ അവകാശങ്ങൾ. റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കാനും വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കാൻ ഇത് സഹായിച്ചു. ഇത് രാഷ്ട്രീയ ചിന്തയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന പാഠമായിട്ട് തുടരുന്നുണ്ട്. ഇനി ലീഗ് ഓഫ് നാഷൻസ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച പാരീസ് സമാധാന സമ്മേളനത്തിൻ്റെ ഫലമായി 1920 ജനുവരി 10 സ്ഥാപിച്ച ഒരു അന്തർ സർക്കാർ സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻ. അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭാവിയിലെ യുദ്ധങ്ങൾ തടയുന്നതിനും അന്താരാഷ്ട്ര തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം ഉറപ്പാക്കുന്നതിനുമാണ് ലീഗ് ഓഫ് നാഷൻസ് സ്ഥാപിതമായത്. വെർസൈൽസ് ഉടമ്പടിയിലൂടെ ലീഗ് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ 42 സ്ഥാപക അംഗരാജ്യങ്ങളുണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. ജനറൽ അസംബ്ലി, കൗൺസിൽ, സ്ഥിരം സെക്രട്ടേറിയറ്റ് എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാന അവയവങ്ങൾ, പ്രധാന ഫാക്ടേഴ്സ്. നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും പൊതുജനാരോഗ്യം, സാമ്പത്തിക വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ലീഗ് ഓഫ് നാഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നിരുന്നാലും ചില അംഗരാജ്യങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടത് 1930കളിലെ സാമ്പത്തിക മാന്ദ്യം, യൂറോപ്പിലെയും ഏഷ്യയിലെയും അക്രമാസക്തമായ സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ ഉയർച്ച എന്നിവയുൾപ്പെടെ ലീഗ് നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ലീഗിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പരാജയങ്ങളിലൊന്ന് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാനുള്ള കഴിവ് അതിനില്ലായിരുന്നു. 1946 ഏപ്രിലിൽ ലീഗ് പിരിച്ചുവിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ 1945 സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭ ഏറ്റെടുക്കുകയും ചെയ്തു. പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടും ലീഗ് ഓഫ് നാഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന മുൻഗാമിയായിരുന്നു. കൂടാതെ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ ആശയവും ആഗോള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ബഹുമുഖതയുടെ പ്രാധാന്യം സ്ഥാപിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി സെക്ഷൻ ബി നോക്കാം. എസ് എ സെക്ഷനാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഗവേഷണവും വാദവും നടത്തുന്ന ഒരു അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. 1978 സ്ഥാപിതമായ സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയാണ്. കൂടാതെ 90-ലധികം രാജ്യങ്ങളിൽ ഓഫീസുകളുണ്ട്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സർക്കാരുകളെയും മറ്റ് ശക്തരായ അഭിനേതാക്കളെയും മറ്റ് ശക്തരായ നേതാക്കളെയും അവരുടെ ദുരുപയോഗങ്ങൾക്ക് ഉത്തരവാദികളാക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ദൗത്യം. പീഡനം, നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, വംശം, ലിംഗഭേദം, മതം അല്ലെങ്കിൽ ലൈംഗിക ആഭിമുഖ്യം എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള
അവ ഉൾപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിപുലമായ ഗവേഷണവും അന്വേഷണവും നടത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയപരമായ മാറ്റങ്ങൾ വരുത്തണമെന്നും മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പൊതുജനങ്ങളിലും മാധ്യമങ്ങളിലും അവബോധം സൃഷ്ടിക്കാൻ സംഘടന പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ തടവുകാരുടെ മോചനം, മനുഷ്യാവകാശ കമ്മീഷനുകൾ സ്ഥാപിക്കൽ, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ നയങ്ങളിലും രീതികളിലും ഗണ്യമായ മാറ്റങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഗവേഷണത്തിനും അഭിഭാഷക പ്രവർത്തനങ്ങൾക്കും പുറമെ മനുഷ്യാവകാശ അവബോധവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തികളെയും കമ്മ്യൂണിറ്റികളെയും അവരുടെ സ്വന്തം അവകാശങ്ങൾക്കായി വാദിക്കാൻ ശാക്തീകരിക്കുന്നതിനും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന സംഘടന വിദ്യാഭ്യാസ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വ്യക്തികൾ, ഫൗണ്ടേഷനുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിൽ നിന്നുള്ള സംഭാവനകളിലൂടെയാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവ പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇന്ത്യയിലെ ഓരോ പൗരനും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പരിഹാരം തേടാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ ഒരു അവകാശം ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങൾ നടപ്പാക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഇതിനർത്ഥം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി കീഴ്ക്കോടതികളിലൂടെ പോകാതെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നതാണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള റിട്ടുകൾ, ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 മൗലികാവകാശങ്ങളും മറ്റേതെങ്കിലും ആവശ്യങ്ങളും നടപ്പിലാക്കുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശം നൽകുന്നു. ഇതിനർത്ഥം ഏതൊരു വ്യക്തിക്കും അവരുടെ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനോ നിയമപ്രകാരം ലഭ്യമായ മറ്റേതെങ്കിലും നയപരമായ പരിഹാരത്തിനോ ഹൈക്കോടതിയെ സമീപിക്കാം. പൗരന്മാർക്ക് അവരുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷണം നേടാനുള്ള സംവിധാനം നൽകുന്നതിനാൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സുപ്രധാനമായ സവിശേഷതയാണ്. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ബാങ്കുകൾ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നില്ലെന്നും ഇത് ഉറപ്പാക്കുന്നു. ഈ അവകാശം ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ലാണ്. നീതി, സമത്വം, നിയമവാഴ്ച എന്നീ തത്വങ്ങൾ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ഇത് ഉറപ്പു നൽകുന്നു. ഇനി അടുത്തത് വരുന്നത് ഐ ഹാവ് എ ഡ്രീം. 1963 ഓഗസ്റ്റ് 28 വാഷിംഗ്ടൺ DC നടന്ന വാഷിംഗ്ടൺ ഫോർ ജോബ്സ് ആൻഡ് ഫ്രീഡം എന്ന പരിപാടിയിൽ പൗരാവകാശ നേതാവ് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ പ്രസംഗത്തിലെ പ്രശസ്തമായൊരു വാചകമാണ് എനിക്കൊരു സ്വപ്നമുണ്ട്. തൻ്റെ പ്രസംഗത്തിൽ എല്ലാ വ്യക്തികളും അവരുടെ വംശമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ സമത്വത്തോടും ബഹുമാനത്തോടും കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഡോക്ടർ കിങ് സംസാരിച്ചു. ചർമ്മത്തിൻ്റെ നിറം കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിൻ്റെ ഉള്ളടക്കം നോക്കി ആളുകളെ വിലയിരുത്തുന്ന ഒരു ലോകത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. വിവേചനം അവസാനിപ്പിക്കണമെന്നും എല്ലാവർക്കും കൂടുതൽ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊന്നായി ഡോക്ടർ കിങ്ങിൻ്റെ പ്രസംഗം കണക്കാക്കപ്പെടുന്നു. ഇത് പൗരാവകാശ പ്രസ്ഥാനത്തെ ഉത്തേജിപ്പിക്കാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിച്ചു. കൂടുതൽ നീതിയുക്തവും തുല്യവുമായ ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രത്യാശയുടെയും പുരോഗതിയുടെയും പ്രതീകമായി അദ്ദേഹത്തിൻ്റെ പൈതൃകം ജീവിക്കുന്നു. ഇനി സമത്വത്തിനുള്ള അവകാശം. വംശം, ലിംഗഭേദം, മതം, ദേശീയത അല്ലെങ്കിൽ മറ്റ് സ്വഭാവ സവിശേഷതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനമില്ലാതെ എല്ലാ വ്യക്തികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഒരു മൗലിക മനുഷ്യാവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശം നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികളിലും ലോകമെമ്പാടുമുള്ള ദേശീയ ഭരണഘടനകളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഔപചാരികവും അടിസ്ഥാനപരവുമായ വശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഔപചാരിക സമത്വം എന്നാൽ എല്ലാ വ്യക്തികളെയും നിയമത്തിന് കീഴിൽ വിവേചനമില്ലാതെ ഒരുപോലെ പരിഗണിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. മറുവശത്ത് ഗണ്യമായ സമത്വം അർത്ഥമാക്കുന്നത് എല്ലാ വ്യക്തികൾക്കും അവരുടെ പശ്ചാത്തലമോ സ്വഭാവ സവിശേഷതകളോ കണക്കിലെടുക്കാതെ അവസരങ്ങളെ, വിഭവങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയിലേക്ക് തുല്യ പ്രവേശനമുണ്ടെന്നതാണ്. തുല്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്ന നയങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഉദാഹരണങ്ങളിൽ തൊഴിൽ, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവയിലെ വിവേചനവും നിയമത്തിന് കീഴിലുള്ള അസമമായ പെരുമാറ്റവും ഉൾപ്പെടുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മുൻകാല വിവേചനം പരിഹരിക്കാൻ
തുല്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്ന നയങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഉദാഹരണങ്ങൾ തൊഴിൽ, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവയിലെ വിവേചനവും നിയമത്തിന് കീഴിലുള്ള അസമമായ പെരുമാറ്റവും ഉൾപ്പെടുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മുൻകാല വിവേചനം പരിഹരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകരണ പ്രവർത്തന നയങ്ങൾ സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ വിവാദപരമായിട്ടുള്ള വശമാണ്. നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക അടിത്തറയാണ് സമത്വത്തിനുള്ള അവകാശം. സാമൂഹികവും സാമ്പത്തികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. നിയമപരവും നയപരവുമായുള്ള പരിഷ്കാരങ്ങൾ, പൊതുവിദ്യാഭ്യാസ പ്രചാരണങ്ങൾ, വിവേചനത്തിൻ്റെയും അസമത്വത്തിൻ്റെയും മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പല രൂപങ്ങൾ സ്വീകരിക്കാം. തുല്യതയ്ക്കുള്ള അവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എല്ലാ വ്യക്തികൾക്കും കൂടുതൽ സമഗ്രവും തുല്യവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ സമൂഹത്തിന് കഴിയും. ഇനി ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നത് ഒരു സമൂഹത്തിലെ പ്രബല ഗ്രൂപ്പിനേക്കാൾ എണ്ണത്തിൽ കുറവുള്ള അല്ലെങ്കിൽ ശക്തിയോ സ്വാധീനമോ കുറവുള്ള ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന നിയമപരവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ സൂചിപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിവേചനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അവസരങ്ങളിലേക്കും വിഭവങ്ങളിലേക്കും അവർക്ക് തുല്യ പ്രവേശനമുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ അവകാശങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇടപെടാതെ സ്വന്തം മതം ആചരിക്കാനുള്ള അവകാശം, നിയമപ്രകാരം തുല്യ പരിഗണനയ്ക്കുള്ള അവകാശം, രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശം എന്നിവ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ അവകാശങ്ങൾ പലപ്പോഴും ദേശീയ ഭരണഘടനകളിലും അന്താരാഷ്ട്ര ഉടമ്പടികളിലും മറ്റ് നിയമ ഉപകരണങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീതിയുക്തവും ജനാധിപത്യപരവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന വശമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിവേചനപരവും പാർശ്വവൽക്കരണവും തടയാൻ ഇത് സഹായിക്കുന്നു. ഒപ്പം എല്ലാവർക്കും കൂടുതൽ സമഗ്രവും തുല്യവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം. സ്ത്രീകൾക്കെതിരായ വിവേചനം എന്നത് അവരുടെ ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകളുടെ അന്യായമായോ വ്യത്യസ്തമായോ പെരുമാറുന്ന ഏതെങ്കിലും സമ്പ്രദായം, നയം അല്ലെങ്കിൽ നടപടി എന്നിവയെ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, പാർപ്പിടം, ആരോഗ്യപരിപാലനം, രാഷ്ട്രീയം എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ വിവേചനം സംഭവിക്കാം. സ്ത്രീകൾക്ക് ഒരേ ജോലിക്ക് പുരുഷന്മാരേക്കാൾ കുറവ് വേതനം നൽകുക, ചില ജോലികളിലേക്കോ സ്ഥാനക്കയറ്റങ്ങളിലേക്കോ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുക, വിദ്യാഭ്യാസത്തിനോ പരിശീലനത്തിനോ ഉള്ള സ്ത്രീകളുടെ അവസരങ്ങൾ പരിമിതപ്പെടുത്തുക, ആരോഗ്യ പരിപാലന ക്രമീകരണങ്ങളിൽ സ്ത്രീകളോട് വ്യത്യസ്തമായിട്ട് പെരുമാറുക എന്നിവ സ്ത്രീകൾക്കെതിരായ വിവേചനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ എന്നിവയെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം. ഇത് സ്ത്രീകളുടെ അവസരങ്ങളും സാധ്യതകളും പരിമിതപ്പെടുത്തുകയും ലിംഗ അസമത്വം നിലനിർത്തുകയും വിശാലമായ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. നിയമപരവും നയപരവുമായ പരിഷ്കാരങ്ങൾ, പൊതുവിദ്യാഭ്യാസ പ്രചാരണങ്ങൾ, വനിതാ അവകാശ ഗ്രൂപ്പുകളുടെ അഡ്വക്കസി, ആക്ടിവിസം എന്നിവ സ്ത്രീക്കെതിരായ വിവേചനത്തെ നേരിടാനുള്ള ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ശ്രമങ്ങൾ ഈ പ്രവേശനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂടുതൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളെ ന്യായമായും തുല്യമായും പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനിയും ആവശ്യമാണ്. ഇനി മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളും നടപടികളെയും കുറിച്ച് നടപടികളെയും കുറിച്ച് ഹ്രസ്വമായി പരാമർശിക്കുക. ലോകമെമ്പാടുമുള്ള വ്യക്തികളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയമപരവും നയപരവുമായിട്ടുള്ള ചട്ടക്കൂടാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളും നടപടികളും. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും വ്യക്തിഗത രാജ്യങ്ങളും പ്രാദേശിക സ്ഥാപനങ്ങളും ഈ നടപടികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം, സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, സ്ത്രീകൾക്കെതിരായ എല്ലാതരം വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൺവെൻഷൻ, കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ എന്നിവ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും നടപടികളുടെയും ഉദാഹരണങ്ങളാണ്. ഈ ഉടമ്പടികളും നടപടികളും മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ഈ മാനദണ്ഡങ്ങൾ നിരീക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ അവകാശങ്ങളുടെ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനുമുള്ള ഒരു ചട്ടക്കൂട് അവർ സ്ഥാപിക്കുന്നു. ഈ നടപടികളുടെ ഫലപ്രാപ്തി സർക്കാരുകളുടെയും മറ്റ് ഘടകങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛയെ ആശ്രയിച്ച് വ്യത്യസ്തമാണെങ്കിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള കൂടുതൽ സാമൂഹികവും സാമ്പത്തികവുമായ നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ഉപകരണമായി അവ തുടരുന്നു. ഇനി മനുഷ്യാവകാശങ്ങളുടെ ചരിത്രപരമായ സംഭവ വികാസങ്ങൾ വിലയിരുത്തുക.
മനുഷ്യാവകാശങ്ങളുടെ ചരിത്രപരമായ വികാസം ഗ്രീസ്, റോം, ചൈന തുടങ്ങിയ പുരാതന നാഗരികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെ നീതി, സമത്വം, മനുഷ്യൻ്റെ അന്തസ്സ് എന്നിവയുടെ ചില അടിസ്ഥാന തത്വങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ചു. എന്നിരുന്നാലും ആധുനിക യുഗം വരെ മനുഷ്യാവകാശം എന്ന ആശയം അതിൻ്റെ നിലവിലെ രൂപം സ്വീകരിക്കുകയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും നയത്തിൻ്റെയും പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരു ദാർശനിക പ്രസ്ഥാനമോ ജ്ഞാനോദയത്തിൽ നിന്ന് മനുഷ്യാവകാശങ്ങളുടെ ആധുനിക വികാസം കണ്ടെത്താം. ജോൺ ലോക്ക്, ജീൻ ജാക്കോസ് റൂസോ, ഇമ്മാനുവൽ കാന്റ് തുടങ്ങിയ ജ്ഞാനോദയ ചിന്തകരെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവ പോലുള്ള ചില അന്തർലീനമായ അവകാശങ്ങളുണ്ടെന്ന ആശയം അവർ വികസിപ്പിച്ചെടുത്തു. 20-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിനും ഹോളോകാസ്റ്റിന് ശേഷം മനുഷ്യാവകാശം എന്ന ആശയം കൂടുതൽ ശക്തി പ്രാപിച്ചു. 1945 ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായി. അതിൻ്റെ ചാർട്ടറിൽ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ഉൾപ്പെടുന്നുണ്ട്. 1948 UN ജനറൽ അസംബ്ലി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അംഗീകരിച്ചു. ഇത് എല്ലാ ആളുകൾക്കും അർഹതയ്ക്കുള്ള ഒരു കൂട്ടം മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു. അതിനുശേഷം അന്താരാഷ്ട്ര ഉടമ്പടികളും കൺവെൻഷനുകളും സ്ഥാപിക്കുക, മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും അന്താരാഷ്ട്ര കോടതികളും ട്രൈബ്യൂണലുകളും സൃഷ്ടിക്കുക, ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നിവയുൾപ്പെടെ മനുഷ്യാവകാശ മേഖലയിലെ നിരവധി സുപ്രധാന സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മുന്നേറ്റങ്ങൾക്കിടയിലും ദാരിദ്ര്യം, വിവേചനം, രാഷ്ട്രീയ അടിച്ചമർത്തൽ എന്നിവയുൾപ്പെടെ മനുഷ്യാവകാശങ്ങളുടെ പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് ഇപ്പോഴും നിരവധി വെല്ലുവിളികളും തടസ്സങ്ങളുമുണ്ട്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പോരാട്ടം തുടരുന്നു. ലോകമെമ്പാടുമുള്ള സർക്കാരുകളുടെയും സിവിലിയൻ സൊസൈറ്റി ഓർഗനൈസേഷനുകളുടെയും വ്യക്തികളുടെയും നിരന്തരമായ വാദവും നടപടികളും ആവശ്യമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.